ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ കാച്ചിൽ കൊണ്ട് ഒരു വറുത്തരച്ച കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ തിരുവാതിരയ്ക്ക് എൻ്റെ മുത്തശ്ശിയൊക്കെ പറയുന്നത് കാച്ചിൽ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് മാത്രമാണ്, പുഴുക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാച്ചിൽ പറിക്കാനായിട്ട് പറമ്പിലേക്ക് പോകുന്നതെന്നാണ്. എൻ്റെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇത് വറുത്തരച്ച കറി നമ്മൾ കിഴങ്ങ് വച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ കാച്ചിൽ കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയപ്പോഴല്ലേ അടിപൊളി സ്വാദാണ് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാച്ചിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നുറുക്കാനായിട്ട്. അത് നന്നായി നുറുക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിൽ മണ്ണും കല്ലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞ് വേണം ഉപയോഗിക്കാൻ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ ചേർക്കാം. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിടാം. കറിവേപ്പില ഇട്ടാൽ നല്ല രുചിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ നാടൻ കറികളിൽ പെടുന്നതായതുകൊണ്ട് കറിവേപ്പിലയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് ഇതിനകത്ത്. എൻ്റെ അടുത്ത് കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ റെഡിയാക്കി വയ്ക്കുക. ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാവുന്നതാണ്. നമ്മൾ സാധാരണ വറുത്തരച്ച കറികൾ ഉണ്ടാക്കില്ലേ? ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കും, ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കും, പിന്നെന്താ വെറുതെ തക്കാളിയും ഉള്ളി ഇട്ടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും റെസിപ്പി വരുന്നത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി സ്വാദായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഇടണേ. എന്താണെന്ന് വെച്ചാൽ ഈ കാച്ചിൽ നല്ല അസിഡിക് പ്രോബ്ലം ഉണ്ട്, ഗ്യാസ് നന്നായിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കാച്ചിൽ. അപ്പം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ഇടണം. ചതച്ചിടാൻ ഇഷ്ടമുള്ളവർക്കാണ് ചതച്ചിടാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെന്താ, ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ, ഒരു മുറി തേങ്ങ ഉപയോഗിക്കാം. തേങ്ങ എത്രത്തോളം ഉപയോഗിച്ചാലും നല്ലതാണ്. തേങ്ങ നന്നായി വറുത്തെടുക്കുക. ഒരു ചുമന്ന നിറം, ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ അടി പിടിക്കാതെ നോക്കണം, കരിഞ്ഞാൽ കൊള്ളില്ല. അപ്പോൾ തേങ്ങ കരിയാതെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ നാടൻ കറിയാണല്ലോ, അതുകൊണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലി, കുറച്ച് കൊല്ലമുളക് ഇത് ചേർക്കുക. അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ കുക്കറിൽ ഉപയോഗിച്ചത് കൊണ്ട് ഞാനിതിനകത്ത് ഇട്ടിട്ടില്ല. മല്ലിയും മുളകും ആഡ് ചെയ്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു ടിപ്പ് പറയട്ടെ. ഈ തേങ്ങ നന്നായി പെട്ടെന്ന് മൂക്കുന്നതിനായി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ബ്രൗൺ നിറമായിട്ട് വന്നു. എന്ത് രസമാണെന്ന് നോക്കുക അതിൻ്റെ കളർ കാണാൻ. ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മളിത് വാങ്ങി വയ്ക്കുക, അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അത് ആ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകും. നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. കടുകും മുളകും താളിച്ച് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എന്നിവ നന്നായി വഴറ്റുക. ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വച്ചിട്ട് വേണം കേട്ടോ കടുക് പൊട്ടിക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ തീയലെന്നും പറയും ഇതിന്, ഈ കറിക്ക്. തീയലിന് വലിയ രുചി ഉണ്ടാവില്ല, ഒരു കരിഞ്ഞ സ്വാദായിരിക്കും ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. സവാളയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. സവാള ഒരുപാട് ഇടേണ്ട കാര്യമില്ല, എന്താ വെച്ചാൽ ഒരു മധുരമാണല്ലോ സവാളയ്ക്ക്, അതുകൊണ്ട് ഒരുപാട് സവാള ആഡ് ചെയ്യണ്ട. സവാള നന്നായി നീളത്തിലരിഞ്ഞ് ചേർക്കുക. നീളത്തിലരിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കറിക്ക് ഉണ്ടാവുക. അങ്ങനെ സവാള നന്നായി വഴറ്റി യോജിപ്പിക്കുക. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യണമെന്നില്ല, നമ്മൾ കാച്ചിൽ വേവിച്ചപ്പോൾ നല്ലോണം ഉപ്പിട്ടതാണ്. പിന്നെ തേങ്ങയിലും കുറച്ച് ഉപ്പിട്ടതാണ്.
കാച്ചിലിൻ്റെ കൂട്ട് ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, ആ തേങ്ങയുടെ മിശ്രിതം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിച്ചോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു കൊഴുപ്പുള്ളൊരു കിഴങ്ങാണ് ഈ കാച്ചിൽ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പില എന്തോരം ഇടാമോ അത്രയും നല്ലതാണ്. ഞാനൊക്കെ കറിവേപ്പില നന്നായിട്ട് ഇടാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ പറയാനേ വയ്യ. താങ്ക് യു.